Hello friends, it's me Haifa and ഫൈസ്. welcome back to our channel. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് യു കെത്തെ ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച് നോക്കാം. നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഇല്ലാണ്ട് എവിടെയും ജീവിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും യു കെയിലാണെങ്കിലും ലോകത്തിൻ്റെ ഏത് എടുത്താണെങ്കിലും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അത്യാവശ്യമാണ്. നമ്മൾ വർക്കിന് പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വല്ല ലെഷറിന് പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസസ് കാര്യങ്ങൾ എല്ലാത്തിനും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻസ് വേണം. അപ്പോൾ യു കെത്തെ ട്രാൻസ്പോർട്ടേഷൻസിൻ്റെ എന്തൊക്കെയാണ് അവൈലബിലിറ്റി ഉള്ളതെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം. നോർമലി എല്ലാ രാജ്യത്തെയും പോലെ തന്നെ ഇവിടെയും ട്രാൻസ്പോർട്ടേഷൻസ് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് പറയുന്ന ബെറ്റർ ഓപ്ഷൻസ് ആണ്. ബസ്സസ് ആയിക്കോട്ടെ, ട്രെയിൻസ് ആയിക്കോട്ടെ, ട്രാംസ് ആയിക്കോട്ടെ, അണ്ടർഗ്രൗണ്ട്സ് ആയിക്കോട്ടെ, എല്ലാം ഗുഡ് റണ്ണിങ് ആൻഡ് 24 hours ആക്സസിബിൾ ആണ്. ലണ്ടൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ഒരാൾക്ക് കുറേ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിലിറ്റീസ് ഉണ്ട്. ഇങ്ങനത്തെ പബ്ലിക് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻസ് വളരെ സ്ട്രോങ്ലി അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ താമസിക്കുന്ന ഒരാൾക്ക് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ഒരു കാർ എടുക്കുക, അതിൻ്റെ ആവശ്യകത കുറവായിരിക്കും. ഇങ്ങനത്തെ ട്രാൻസ്പോർട്ടേഷൻസ് യൂസ് ചെയ്യായിരിക്കും ബെറ്റർ. ഇപ്പോൾ നമ്മൾ ബസ്സൊക്കെ എടുക്കുന്ന സമയത്ത് ബസ്സിന് പല ഓപ്ഷൻസ് ഉണ്ട്. സിംഗിൾ ടിക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഡേ റൈഡർ ഉണ്ട്, വീക്ക്ലി റൈഡർ ഉണ്ട്, മന്ത്ലി റൈഡർ ഉണ്ട്, പിന്നെ ഗ്രൂപ്പ് റൈഡേഴ്സ് ഉണ്ട്. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ട്രെയിനിനാണ് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ട്രെയിനിന് നമുക്ക് ഇവിടെ നാഷണൽ റെയിൽ കൊണ്ടൊരു ആപ്പ് ഉണ്ട്. അതിൽ ത്രൂ നമുക്ക് റെയിൽ കാർഡിന് അപ്ലൈ ചെയ്യാം. വൺസ് റെയിൽ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ടിക്കറ്റ്സിന് നമുക്ക് ഇത്ര % ഓഫ് കിട്ടും. അപ്പോൾ നമുക്ക് ട്രെയിനിൽ പോകണമെന്നുണ്ടെങ്കിൽ ട്രെയിനിന് 2 കാറ്റഗറീസ് ഉണ്ട്, ഓഫ് പീക്കും പീക്ക് ടൈമും. പീക്ക് ടൈമിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കുറച്ച് ചാർജസ് കൂടുതലായിരിക്കും. ഓഫ് പീക്ക് ടൈമിലാണ് നമ്മൾ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാർജസ് കുറച്ചുകൂടി കുറവായിരിക്കും. പിന്നെ ഇൻ്റർസിറ്റി ട്രാൻസ്പോർട്ടേഷൻസ് ഉണ്ട് ബസ്സിൻ്റെ. നാഷണൽ എക്സ്പ്രസ്, ഫ്ലിക്സ് ബസ്, മെഗാ ബസ്, അങ്ങനെ കുറേ ബസ്സസ് ഉണ്ട്. അപ്പോൾ അതിലെങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ടിക്കറ്റ് ചീപ്പായിട്ട് ലഭിക്കും. അതിൽ തന്നെ ഏറ്റവും ചീപ്പായിരിക്കും ഫ്ലിക്സ് ബസ്സിന്. ഇപ്പോൾ നമുക്ക് ഏത് ഭാഗത്തു നിന്ന് ലണ്ടനിലോട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടോ പോകാനൊക്കെ അവൈലബിൾ ആയിരിക്കും. യു കെയിലോട്ട് ആദ്യമായിട്ട് വരുന്ന ഒരാൾക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് അല്ലാണ്ട് പ്രൈവറ്റ് ആയിട്ട് കാറോ അല്ലെങ്കിൽ ബൈക്കോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളത് നല്ലതായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട്സ് അവൈലബിൾ ആണെങ്കിൽ കൂടി കുറച്ച് ടൈം ഡിലേ ഉണ്ടാവും നമുക്ക് ഇന്ന ഡെസ്റ്റിനേഷൻ എത്താനും കാര്യങ്ങളൊക്കെ. നമുക്ക് പ്രൈവറ്റ് ആയിട്ടൊരു വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എത്തിപ്പെടാനും കാര്യങ്ങളൊക്കെ വളരെ ഉപകാരമായിരിക്കും. ഇപ്പോൾ പ്രൈവറ്റായിട്ട് നമ്മൾ കാറ് വാങ്ങണമെങ്കിൽ തന്നെ നമുക്ക് നാട്ടിലത്തെ പോലെ അത്രയും എക്സ്പെൻസ് അല്ല ഇവിടെ കാറ് വാങ്ങാൻ. കാറ് വളരെ ചീപ്പായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഏജൻസി ത്രൂവോ ഒക്കെ ബന്ധപ്പെട്ട് നമുക്ക് കാറുകൾ വാങ്ങാം. അതുപോലെ തന്നെ നമുക്ക് ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ് ഓപ്ഷൻസിൽ കാറുകൾ അവൈലബിൾ ആയിരിക്കും. നമ്മുടെ ക്രെഡിറ്റ് സ്കോർ വൺസ് ഗുഡ് ആണെന്നുണ്ടെങ്കിൽ അത്രയും ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിട്ട് നമുക്കൊന്ന് ബാങ്ക്സിൽ നിന്ന് ലോൺസും കാര്യങ്ങളൊക്കെ കിട്ടും. അതൊക്കെ വെച്ചിട്ട് നമുക്ക് കാറുകൾ മേടിച്ച് മന്ത്ലി നമുക്ക് EMI ആയിട്ട് അടച്ചാൽ മതി. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ലക്ഷറി ആയ കാറുകൾ BMW, ബെൻസ്, ഓഡി അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ വളരെ ചീപ്പാണ്. കാരണം ഒക്കെ യൂറോപ്യൻ മെയ്ഡ്സ് കാറുകളായതുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് വാങ്ങുമ്പോൾ വളരെ റേറ്റ് കുറഞ്ഞ് കിട്ടും. പക്ഷെ ഒരു കാര്യം നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറുകൾ നമുക്ക് ചീപ്പായി കിട്ടുകയാണെങ്കിലും അതിനുള്ള ഇൻഷുറൻസ് വളരെ ഹൈ ആണ്. ഇൻഷുറൻസ് നമുക്ക് നാട്ടിലത്തെ പോലെയല്ല, ഇവിടെ പെർ ഡ്രൈവറിനായിരിക്കും ഇൻഷുറൻസ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഈ ഇൻഷുറൻസിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. പ്രൈവറ്റായിട്ട് കാർ എടുക്കുന്ന ഒരാൾക്ക് ഫ്യൂവൽ കോസ്റ്റ് നോക്കണം, അതുപോലെ തന്നെ ഇൻഷുറൻസ് നോക്കണം, പിന്നെ റോഡ് ടാക്സ്. ഇതാണ് മെയിനായിട്ട് കാറുകൾക്ക് വരിക. അപ്പോൾ നമ്മളെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫ്യൂവൽ കോസ്റ്റ് ഇവിടുത്തെ സാലറി വെച്ച് നോക്കുമ്പോൾ ചീപ്പായിരിക്കും. നാട്ടിലത്തെ റേറ്റിന് ഏകദേശം സെയിം ആണെങ്കിൽ കൂടി ഇവിടുത്തെ സാലറിക്ക് അത് ഓക്കെ ആണ്. പിന്നൊരു ട്രാൻസ്പോർട്ടേഷൻസ് ഇവിടെ അധികം കണ്ടുവരുന്നത് സൈക്ലിങ്ങും അല്ലെങ്കിൽ വാക്കിങ്ങുമാണ്. ഇവിടുത്തെ ആൾക്കാർ അധികം സൈക്ലിങ്ങിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. എല്ലാവരുടെ കയ്യിൽ ഏകദേശം സൈക്കിൾസ് ഉണ്ടാകും. നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകാനോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അത് അധികം യൂസ് ചെയ്യുന്നത് കാണാം. അങ്ങനത്തെയും ഒരു ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. ഇപ്പം നമുക്ക് ഷോർട്ട് ഡിസ്റ്റൻസ് ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ സൈക്കിൾസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. നമ്മുടെ ഹെൽത്തിനും ബെനിഫിറ്റാണ്. അതുപോലെ തന്നെ നമുക്ക് ഫ്യൂവൽ കോസ്റ്റോ വേറെ എക്സ്ട്രാ കോസ്റ്റോ കാര്യങ്ങളൊന്നും വരില്ല. നമ്മൾ വണ്ടികൾ ശ്രദ്ധിക്കണം. കാരണം ഇവിടെ തെഫ്റ്റ് ഒരുപാടുണ്ട് യു കെയിൽ. നമ്മളൊരിക്കലും അൺഅറ്റൻഡഡ് ആയിട്ട് വണ്ടിയിൽ ഇട്ടിട്ട് പോകരുത്. അങ്ങനെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ വണ്ടി നഷ്ടപ്പെടാൻ വരെ ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതായിട്ട് വണ്ടി യൂസ് ചെയ്യുന്ന ഒരാൾക്ക്, ഇപ്പോൾ വണ്ടി നല്ല ഓടിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ സ്വന്തമായിട്ടൊരു വണ്ടി എടുത്ത് ഓടുന്നതായിരിക്കും നല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുമ്പോൾ വരുന്ന ഏകദേശം സെയിം കോസ്റ്റിന് തന്നെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ കാറിൻ്റെ ചിലവിന് വരുള്ളൂ. കമ്പയർ ചെയ്ത് നോക്കുക. നമ്മുടെ നാട്ടിലത്തെ ഇൻഷുറൻസസും കാര്യങ്ങളൊന്നും ഇവിടെ എല്ലാവിടെയും ആക്സെപ്റ്റബിൾ അല്ല. നമ്മുടെ പേരിൽ ഇൻഷുറൻസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ
അത് നമുക്ക് ഇവിടെ നോ ക്ലെയിം ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇൻഷുറൻസ് ഇവിടെ റേറ്റ് കുറച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് നോക്കുക. മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം നമുക്ക് സെൽഫ് എംപ്ലോയ്ഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ബെനിഫിറ്റ് ആയിരിക്കും. ഡെലിവറി ജോബ്സ് ആണെങ്കിലും ഫ്ലെക്സ് ജോബ്സ് ആണെങ്കിലും അങ്ങനെ ടാക്സി ആണെങ്കിലും ഒക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർ അല്ലെങ്കിൽ ഡ്രൈവിങ്ങിനോട് ക്രേസ് ഉള്ളവർക്കൊക്കെ വളരെ ഉപകാരമായിരിക്കും. UK വളരെ വലിയൊരു രാജ്യമാണ്. ഇവിടെ ഏകദേശം 4 രാജ്യങ്ങൾ ഉൾക്കൊണ്ടതാണ് UK. ഇംഗ്ലണ്ട്, വെയിൽസ്, നോർത്തേൺ അയർലൻഡ്, സ്കോട്ട്ലാൻഡ്. 3 രാജ്യങ്ങൾക്കും നമുക്ക് നേരിട്ട് പോകാം കാറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കിവിടെ കുറേ എക്സ്പ്ലോർ ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. ഇവിടെ ചില സിറ്റീസിലൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലണ്ടൻ സിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബിർമിംഗം സിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്കോട്ട്ലാൻഡ് എഡിൻബ്രോ ആയിക്കോട്ടെ, അങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ നമ്മൾ ഡീസൽ വണ്ടികൾ കൊണ്ട് പോകുമ്പോൾ 2016 മുന്നുള്ള വണ്ടികളാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ചാർജസ് അടയ്ക്കേണ്ടി വരും. അല്ല നമ്മൾ അതിന് കുറച്ച് ന്യൂവസ്റ്റ് വേർഷൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാർജസോ കാര്യങ്ങളോ വരില്ല. പെട്രോൾ വണ്ടികൾക്ക് നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം. ഇപ്പോൾ ലണ്ടനിലോട്ട് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ പെർ ഡേ 12.5 പൗണ്ട്സ് അവർ ചാർജ് ചെയ്യും. അതുപോലെ തന്നെ ബിർമിംഗം പോകണമെങ്കിൽ 8 പൗണ്ട് ചാർജ് ചെയ്യും. അങ്ങനെ ഓരോ റെസ്ട്രിക്ഷൻസ് ഏരിയസ് ഉണ്ടാവും. ഇതിപ്പോൾ ഞാനൊരു ബേസിക് ആയിട്ട് സിറ്റീസ് പറഞ്ഞാണ്. കുറേ സിറ്റീസ് ഉണ്ട് അങ്ങനെ ക്ലീൻ എയർ സോണ്, അൾട്രാ ലോ എമിഷൻ സോൺസ് ഒക്കെ പറഞ്ഞിട്ട്. ഇപ്പം നാട്ടിലത്തെ പോലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസിൽ ആൾക്കാരനെ കുത്തി നിറച്ച് കൊണ്ടുപോകുക അങ്ങനെയൊന്നുമില്ല. ഇവിടെ കറക്റ്റായിട്ട് എത്രയാണോ കപ്പാസിറ്റി ഉള്ളത് അതിന് മാത്രമേ ഒരു ആൾക്കാരനെ കൊണ്ടുപോകുള്ളൂ. അതിൽ കൂടുതൽ ഒരാൾ പോലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഉള്ളിൽ അക്കോമഡേറ്റ് ചെയ്യില്ല. പിന്നെ കറക്റ്റായിട്ട് എല്ലാ സ്റ്റോപ്പിലും നിർത്തി തരും. ചെറിയ ചെറിയ കാര്യങ്ങളിലാണെങ്കിൽ കൂടി നമുക്ക് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ UK വരുന്ന ഒരാൾക്ക് ചെറിയൊരു കാര്യമായിരിക്കാം ചിലപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ്റെത്, എങ്കിൽ കൂടി ഒരു ഇൻഫർമേഷൻ ആണല്ലോ. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്തു വയ്ക്കുക. പിന്നെ നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. See you all. Thank you. Bye.